പ്രിയ കൂട്ടുകാരെ, വീണ്ടും സ്വാഗതം. നമ്മൾ ഓരോ സമ്മേളനങ്ങളൊക്കെ നടത്തുമ്പോൾ അതിലെ ഏറ്റവും ബോറൻ പരിപാടി ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടാമത് ഒരു ഉത്തരമില്ല. അത് നന്ദി പ്രകടനമാണ്. ഈ നന്ദി പ്രകടനം എന്നത് ഒഴിവാക്കാൻ നിവൃത്തിയുമില്ല, എന്നാൽ ഉൾക്കൊള്ളാൻ സുഖവുമില്ലാത്ത ഒരു പരിപാടിയാണ്. കാര്യനിർവഹണക്കാരിൽ വലിയ പ്രാധാന്യമില്ലാത്ത ഒരാളുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു ജോലിയാണ് ഈ നന്ദി പ്രകടനം. നന്ദി പ്രകടിപ്പിക്കാനായിട്ട് ഒരാൾ കയറി നിന്നാൽ ഓരോരുത്തരുടെയും പേര് വിളിച്ച് അവർ നന്ദി പ്രകാശിപ്പിക്കുന്നു, നന്ദി പ്രകടിപ്പിക്കുന്നു, നന്ദിയുണ്ട്, നന്ദി സ്മരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഓരോ വാക്യങ്ങളും അയാൾ ഒരു തരത്തിൽ കഷ്ടപ്പെട്ട് പൂർത്തിയാക്കും. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രകടനം? ഇത് ശരിക്കും ഒരു പ്രകടനം തന്നെയാണ്. കാരണം ആ സമയത്ത് സദസ്യരെല്ലാം പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ഒരുക്കത്തിലായിരിക്കും. അന്നേരമാണ് ഇദ്ദേഹം ഒരു ബോർഡി പരിപാടിയുമായിട്ട് കയറുന്നത്. ഇതിന് ഒരു പരിഹാരം എൻ്റെ മനസ്സിൽ തോന്നുന്നത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഓരോ അതിഥിയും വേദിയിൽ അവരുടെ പ്രസംഗമോ കലയോ പാട്ടോ എന്താണെന്ന് വെച്ചാൽ മാജിക്കോ ഒക്കെ പ്രകടിപ്പിച്ച് കഴിയുമ്പോൾ അപ്പോൾ തന്നെ നന്ദി പ്രകടനക്കാരൻ അവിടെ നിന്നിട്ട് ഒന്ന് രണ്ട് നല്ല വാക്യങ്ങൾ അവരെ പറ്റി പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്ത് നന്ദി പ്രകടിപ്പിച്ചാൽ അതെല്ലാവർക്കും കേട്ടിരിക്കാൻ സുഖമുണ്ട്, പെട്ടെന്ന് തീരുകയും ചെയ്യും. ആ പെർഫോം ചെയ്തയാൾക്കും അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു വിലയിരുത്തൽ കേൾക്കുന്നത് സന്തോഷമായിരിക്കും. അങ്ങനെ ഓരോരുത്തരുടെയും നന്ദി നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് മീറ്റിങ്ങിന്റെ ഒടുവിൽ വിട്ടുപോയ എല്ലാവരെയും ചേർത്ത് എല്ലാവർക്കും പൊതുവായിട്ട് സദസ്സിനൊരു നന്ദി പറഞ്ഞ് 2-3 സെന്റൻസസിൽ നന്ദി പറഞ്ഞ് തീർക്കുകയാണെങ്കിൽ എത്ര ഭംഗിയായിട്ട് നമുക്ക് ഓരോ സമ്മേളനവും സമാപിപ്പിക്കാമെന്ന് ആലോചിച്ച് നോക്കി. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കും. ഒരു മീറ്റിങ്ങിൽ നമ്മളിതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അറിയാം. താങ്ക് യു വെരി മച്ച്.